ഇന്നൊരു ചെറിയ റൂം മേക്ക് ഓവർ കാണിച്ചു തന്നാലോ? അധികമൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. ഇത്രയും അലമ്പായി കിടക്കുന്ന റൂം എങ്ങനെ നേരെയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അത് നീറ്റായി കിടക്കത്തില്ല. കാരണം കുട്ടികൾ നമ്മൾ എത്ര അടുക്കി വെച്ചാലും അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ വലിച്ചിടും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടേബിളേന്ന് തുടങ്ങാം. ഈ ടേബിളേ ഇല്ലാത്ത സാധനങ്ങളില്ല. മേക്കപ്പ് പ്രൊഡക്റ്റ് തൊട്ട് മെഡിസിൻ വരെ ഇവിടെ ഉണ്ട്. പിന്നെ ലാമ്പും കുറച്ച് ബുക്സും ബൈബിളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് തന്നെ അറേഞ്ച് ചെയ്യാൻ നല്ല ടൈം എടുത്തു. കാരണം കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അവൾക്ക് കുറച്ച് കളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് ഞാൻ വീണ്ടും എൻ്റെ അടുക്കി വെക്കൽ ആരംഭിച്ചു. ഇതത്ര നിസ്സാരമല്ല കേട്ടോ. കാരണം ഞാൻ ഓരോന്ന് അടുക്കി വെക്കുമ്പോഴും അവൾ വന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ച് ചാടിക്കും. അതുകൊണ്ട് അത് അത്ര ഈസി ആയിരുന്നില്ല. എങ്കിലും ഞാൻ മാക്സിമം സ്പീഡിൽ ഇതെല്ലാം ചെയ്യാൻ നോക്കി. ഒരു അത്യാവശ്യത്തിനൊരു ഭംഗി തോന്നുന്ന രീതിയിലെല്ലാം ഒന്ന് അടുക്കി വെച്ചു. ആദ്യം ഈ ടേബിൾ അടുക്കി വെക്കാമെന്ന് കരുതി. കാരണം ഇതായിരുന്നു കുറച്ചുകൂടി ഈസി. അങ്ങനെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് അടുക്കി വെച്ചു. എല്ലാം അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി പൊടിയൊക്കെ കളഞ്ഞു വെച്ചു. ഇനി അടുത്ത നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ വിൻഡോ ആൻഡ് നമ്മുടെ കട്ടിലാണ്. ഇവിടെ ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്യാമറ വെക്കാനാണ്. ക്യാമറ സ്റ്റാൻഡിൽ ക്യാമറ വെച്ചാൽ അപ്പം കൊച്ചു വന്ന് ക്യാമറ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഒരു തരത്തിൽ ഞാൻ അലമാരയുടെ മുകളിൽ ഒരു തരത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. കണ്ടോ, ഞാൻ എന്ത് ചെയ്താലും കൊച്ച് അതിൻ്റെ മേളിൽ കൂടെ വരും. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരിങ്ങനെ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രായമായില്ല. 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് കിടക്കാം. ഈ സ്റ്റാൻഡ് എത്ര വൃത്തിയാക്കിയാലും നേരെയാകത്തില്ല. പോരാത്തതിന് ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം കൊച്ചിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. എന്നായാലും വേണ്ടില്ല, ഇത് വൃത്തിയാക്കിയേ തീരൂ. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് അറേഞ്ച് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ ആവശ്യത്തിന് നല്ല ടൈം എടുത്തു കേട്ടോ. കാരണം നിങ്ങൾക്ക് പുറമേ നോക്കുമ്പം വലിയ ടൈം എടുക്കാത്ത പോലെ തോന്നും ഞാൻ സ്പീഡിലിട്ടിരിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല ടൈം എടുത്ത് ചെയ്തതാണ്. കുറേ അതിൽ തൂങ്ങിക്കിടന്ന സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. പിന്നെ എടുത്ത് മാറ്റി വെച്ചു. കളയാനുള്ളതൊക്കെ കളഞ്ഞു. പിന്നെ അതിൻ്റെ സൈഡിൽ അവളുടെ ഒരു വലിയ ആനക്കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആനക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് അവൾ അതിൻ്റെ മേളിലൊക്കെ കയറി ഇരുന്ന് കളിക്കുന്ന കാണാം. പിന്നെ കുറേ പാവകളുണ്ട്. ഈ പാവകളെല്ലാം പൊടിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മേളിലും ഒക്കെ വെച്ചു. പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ നിലത്ത് പോയി കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കസേരയിലെ തുണികളെല്ലാം അടുക്കി വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കൊച്ചുള്ളപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേരുള്ളവർക്കറിയാം, നമ്മൾ പിള്ളേരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ വലിയവരുടെ ഡ്രസ്സോ എപ്പം അടക്കി വെച്ചാലും പിള്ളേരത് വലിച്ചെറിയാൻ നോക്കും. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതെടുത്ത് കളയുമ്പം നമ്മൾ ചിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയുന്നതൊക്കെ കാണാം. പ്രത്യേകിച്ച് 1 വയസ്സ് ഒക്കെ ആയ പിള്ളേരാണെങ്കിൽ മോർ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എൻ്റെ കൊച്ച് ആ ഒരു ഏജിലായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് കൊച്ചില്ലാത്ത സമയം നോക്കിയാണ് ഞാൻ ഈ ഡ്രസ്സെല്ലാം മടക്കി വെക്കുന്നത്. പിന്നെ ഞാൻ ഓരോരുത്തരുടെ മാറ്റി മാറ്റി മടക്കി വെച്ചു. കൊച്ചിൻ്റെ, ചേട്ടൻ്റെ, പിന്നെ ടർക്കികളെല്ലാം സെപ്പറേറ്റ് മടക്കി വെച്ചു. എന്നിട്ട് ഞാനിത് അലമാരിക്കകത്ത് കയറ്റും. ഓരോരുത്തരുടെ സെക്ഷൻ അനുസരിച്ച് അടുക്കി അടുക്കി വെക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ മാക്സിമം കൊച്ചില്ലാത്ത സമയത്താണ് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ കൊച്ചൊട്ടും സമ്മതിക്കില്ല. എല്ലാം എടുത്ത് ദൂരെ എറിയും.